മടി തോന്നുകയാണെങ്കിൽ, സങ്കടമുണ്ടെങ്കിൽ, ഡിപ്രഷൻ ഉണ്ടെങ്കിൽ, ടെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. അല്ലാഹുവേ, സങ്കടവും വ്യാകുലതയും ടെൻഷനും പടച്ചവനെ കാക്കണേ, എന്റെ മനസ്സിന് കരുത്തു നൽകണേ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ. എന്നാൽ ചില ആളുകൾക്കെങ്കിലും എന്നെ കൊണ്ടത് ആവുന്നില്ലല്ലോ, എന്നെ ഒന്നിനും പറ്റില്ല, എന്നെ കൊണ്ട് ഒന്നും സാധ്യമല്ല, ഞാൻ ദുർബലയാണ്, ഞാൻ ദുർബലനാണ് എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ദുആ ചെയ്യണേ. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. പടച്ചവനെ, മടി വരുന്നത് കാക്കേണമേ. വൽ അജ്സ്, അൽ അജ്സ് വൽ കസൽ, ഒന്നിനും കഴിയാതാവുന്നത്, ദുർബലനാകുന്നത്, ഒന്നിനും കൊള്ളരുതാത്തവനായി, കൊള്ളരുതാത്തവളായി മാറുന്നത്, എന്നെ കൊണ്ട് ഒന്നിനും കഴിയുന്നില്ല എന്ന് പറയല്ലേ, അതൊരു എക്സ്ക്യൂസായി കൊണ്ട് നടക്കല്ലേ. ദുആ ചെയ്യണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ. കടം വീടാൻ നബിതങ്ങൾ പഠിപ്പിച്ച ദുആയാണിത്. അതിന്റെ കൂട്ടത്തിൽ വേറെയും വലിയ വലിയ അസുഖങ്ങൾക്കുള്ള മരുന്നും ഇതുതന്നെയാണ്. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. ധൈര്യമില്ല എന്ന് തോന്നുന്നു, ധൈര്യമില്ല, ഭയങ്കര പേടിയാ. ആര് എന്ത് പറഞ്ഞാൽ, ഒരു വാഴന്റെ ഇല ആടിയാൽ പേടിക്കും, അങ്ങനെ പേടിച്ച് നടക്കാൻ, എന്ത് പറഞ്ഞാലും പേടി, പേടി കൊണ്ട് ഉറക്കില്ല. ഇങ്ങനെ നിങ്ങൾക്ക് ഭയപ്പാടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നന്മയുടെ ഒരു വിഷയം പറയുമ്പോ കയ്യിൽ കാശുണ്ടായിരിക്കെ അത് അല്ലാഹുവിനും പള്ളിക്കും വേണ്ടി ചോദിക്കുമ്പോൾ കൊടുക്കാൻ മടി വരുന്നുണ്ടെങ്കിൽ അത് അപകടമാണ്. മക്കള് ലക്ഷങ്ങൾ വിലമതിക്കുന്ന, 50ഉം 60ഉം കോടിയും വിലമതിക്കുന്ന കാറുകൾ വാങ്ങിക്കണമെന്ന് മക്കൾ പറഞ്ഞാൽ എടുത്തു കൊടുക്കുന്ന, കാർഡ് സ്വൈപ്പ് ചെയ്യാൻ കൊടുക്കുന്ന, ചെക്ക് എഴുതി കൊടുക്കുന്ന വാപ്പമാർ. ഇവിടെ മദ്രസക്ക് ഒരു റൂം വേണേ, 5 ലക്ഷം മതിയാവും അതിന്. 60ഉം 70ഉം ലക്ഷം മക്കൾക്ക് വേണ്ടി അവർ ചോദിക്കുന്നത് എടുത്തു കൊടുക്കുന്ന വാപ്പമാരിൽ അല്ലാഹുവിന്റെ ദീനിന് തരണേ എന്ന് ചോദിച്ചാൽ 50 നടത്തം പള്ളി കമ്മിറ്റിക്കാരെ നടത്തിക്കുന്ന മുതലാളിമാർ. എന്തിന്? 5 ലക്ഷം ഔദാര്യം വാങ്ങിക്കുന്ന പോലെ. അത് ബുഖലാണ്, പിശുക്ക് എന്നതിന്റെ പേര്. ദുആ ചെയ്യണം. വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. അല്ലാഹുവേ, പടച്ചവനെ, പേടിയും ഭീരുത്വവും വരുന്നതിൽ നിന്ന് കാക്കേണമേ. വെറുതെ പേടിയാവാ, ഭയം തോന്നുന്നത്, വൽ ബുഖൽ, പിശുക്ക് തോന്നുന്നത്. ഒരു നല്ല കാര്യം കേട്ടാലും അതിപ്പോ വേണ്ട, പിന്നെ അതിപ്പോ തരൂല, പിന്നെ തരാം. അല്ലെങ്കിൽ 1000 കൊടുക്കാൻ കഴിയുന്നവൻ 100 കൊടുക്കുന്നുള്ളൂ, അവനെ കൊണ്ട് സാധ്യമാണ്, നന്മയാണെന്നറിയാം, ബോധ്യപ്പെട്ടിട്ടും ഇത് നന്മ ചെയ്യാൻ കഴിയാതെ പോകുന്നത്, ഇതിന്റെ പേരാണ് പിശുക്ക്, ബുഖ്ൽ എന്ന് പറയുന്നത്. പിശുക്കുള്ള ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് വിശുദ്ധ ഖുർആൻ. പിശുക്ക് ആർക്കാണോ സംരക്ഷിക്കപ്പെടുന്നത്, പിശുക്കില്ലാതെയാവുന്നത്, പിശുക്കിനെ ആരാണോ നിയന്ത്രിക്കുന്നത്, അവരാണ് വിജയിച്ചവർ. ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അല്ലാഹുവിനോട് ദുആ ചെയ്യണം. വഅഊദു ബിക മിനൽ അജ്സി വൽ കസൽ വഅഊദു ബിക മിനൽ ജുബ്നി വൽ ബുഖൽ. പിന്നെ പറഞ്ഞതാണ് കടം വിടാനുള്ളത്. വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിർ റിജാൽ. അല്ലാഹുവേ, ആളുകൾ വന്ന് ഉപദ്രവിക്കുന്നത്, അങ്ങനെയാണ് മുസ്ലിംമാർക്ക് പൈസയുടെ കാശിന്റെ ഇടപാട് വല്ലതുണ്ടെങ്കിൽ ഭയങ്കര വിഷയമാണ്. ചീത്ത വിളിക്കും, പരിഹസിക്കും, ദുൽമ ചെയ്യും, വേണ്ട വിധത്തിലൊക്കെ ഉപദ്രവിക്കും. അവർക്ക് വേണ്ടത് കാശാണ്. മറ്റേ ആൾ ജീവിച്ചാലും മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് എൻ്റെ കാശ് കിട്ടിയാൽ മതി. എന്താണ് ഇവിടെ സംഭവിച്ചത്, എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ ഉണ്ടായത്, എന്തേ അതിൻ്റെ കാരണം, എന്ത് സംഭവിച്ചിട്ടാണ് ഇങ്ങനെ ആയിപ്പോയത് എന്നൊന്നും ചിന്തിക്കാൻ ആർക്കും നേരമില്ല, ആരും അത് ആഗ്രഹിക്കുന്നില്ല. അല്ലാഹുവിനോട് ദുആ ചെയ്യ, പടച്ചവനെ, ഇത്തരം ബുദ്ധിയില്ലാത്തവരുടെ ഇടപെടലിൽ നിന്ന് നീ കാക്കേണമേ. അതാണ് വഅഊദു ബിക മിൻ ഗലബത്തിദ് ദൈനി വഖഹ്റിർ റിജാൽ.